അവരെ പിന്തുടരൂ. ബ്ലാക്ക് സ്പൈഡറിനെ അമ്പ് ചെയ്ത് വീഴ്ത്താൻ ശ്രമിക്കൂ. എന്നെ പിടിക്കാൻ ആർക്കും കഴിയില്ല. ആ ടിമിനെ അന്വേഷിക്ക്. ഇവിടെ ഏതോ കുട്ടിക്കാട്ടിലാണ് അവൻ വീണത്. ജിണ്ടു, എന്നെ ഈ വലയിൽ നിന്ന് രക്ഷിക്ക്. ഈ ജിണ്ടു ആരാ? നീയല്ല ജിണ്ടു, നിന്റെ പേരാ ജിണ്ടുന്ന്. ഓ താങ്ക്സ്. ഒരുപാട് നേരമായിട്ട് ഞാൻ ഇത് തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നു എന്റെ പേരെന്താന്ന്. ഓക്കെ ബൈ ബൈ, സീ യു, താങ്ക് യു. ജിണ്ടു എങ്ങോട്ടായി പോകുന്നേ? എന്നെ ഈ വലയിൽ നിന്ന് രക്ഷിക്ക് പ്ലീസ്. അതിനെന്താ, ഞാൻ ഇപ്പൊ രക്ഷിക്കാലോ. ജിണ്ടു, നീ വേഗം എന്റെ കൂടെ. ഇവിടെ എവിടെയോ ആണല്ലോ അവൻ വീണത്. ജിണ്ടു, താങ്കൾ ഇവിടെ എന്ത് ചെയ്യുകയാണ്? താങ്കൾ കൊട്ടാരത്തിലേക്ക് പോയി അവിടെ വിശ്രമിച്ചാൽ എന്തെങ്കിലും കിട്ടുമോ ചേട്ടാ? കഴിക്കാൻ വയറ് നിറച്ച് ഭക്ഷണം കിട്ടില്ലേ? ഭടന്മാരെ, ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു പോകൂ വേഗം. സോറി ഇംലി, എനിക്ക് സംസാരിക്കാൻ കഴിയില്ല. എന്റെ വാ മുഴുവനെ അടച്ചിരിക്കുക. അവന്റെ വാ ചിലന്തി വല കൊണ്ട് അടച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവന് സംസാരിക്കുവാൻ സാധിക്കില്ല. അഥവാ അവൻ സംസാരിക്കുകയാണെങ്കിൽ അവൻ ആയുധങ്ങൾ പുറത്തെടുക്കുവാൻ സാധിക്കും. വീറിനെ എങ്ങനെങ്കിലും രക്ഷിച്ചേ പറ്റൂ. വീറിനെ ഞാൻ ഉറപ്പായും രക്ഷിക്കും. അത് ശരി, അപ്പൊ വീർ ഈ വലയ്ക്കകത്താണ് ഉള്ളത്. നീയോ? അതെ വീർ, നമുക്ക് വേഗം ഇവിടുന്ന് പുറത്തേക്ക് പോവാം. ട്വിസ്റ്റർ സ്യൂട്ട് ഓൺ. ട്വിസ്റ്റർ സ്യൂട്ട് ഓൺ. അയ്യോ രക്ഷിക്കണേ, ഞങ്ങളെ രക്ഷിക്കണേ, അയ്യോ രക്ഷിക്കണേ. ഗ്യാസുകാരൻ എല്ലാവർക്കും ഫ്രീ സിലിണ്ടർ കൊടുക്കുക. ചിലപ്പോ അയാൾ ആ ഗ്യാസിന്റെ പ്രൊമോഷന് വേണ്ടി ചെയ്യുന്നതാവും. അയാളെ കണ്ടിട്ട് എന്റെ ഡോങ്കി സെൻസ് പറയുന്നത് എന്തോ പ്രശ്നമുണ്ടെന്നാണ്. നിന്റെ ഡോങ്കി സെൻസ് ഒക്കെ നിന്റെ കയ്യിൽ തന്നെ വെച്ചാ മതി. ഇപ്പൊ ഞങ്ങളെ കൂടെ വാ. ഞാൻ നിങ്ങളുടെ കൂടെ വന്നോളാം. പക്ഷെ ആ മനുഷ്യനെ കാണുമ്പോ എന്റെ ഡോങ്കി സെൻസ് എനിക്ക് അപകട സൂചനയാ തരുന്നേ. ഇമ്മിലി മോളെ, വരൂ, നമുക്ക് ജയന്റ് വീലിൽ കയറണ്ടേ? പക്ഷേ മോളുടെ മുത്തച്ഛൻ എനിക്ക് ഫോൺ ചെയ്തായിരുന്നു. ഉത്സവം ഞായറാഴ്ചയെ തുടങ്ങുള്ളൂ കേട്ടോ. പക്ഷെ ഞാൻ നിങ്ങളെ ഇപ്പോ ജയന്റ് വീലിൽ കയറ്റാം. നിങ്ങൾ ആരാണാവോ? നോക്ക് താഴെ, ഞാൻ പറഞ്ഞ മനുഷ്യൻ എന്തോ അപകടം ഉണ്ടെന്ന് എന്റെ ഡോങ്കി സെൻസ് വീണ്ടും പറയുന്നു. നിനക്ക് പിന്നെയും പിന്നെയും അപകടം ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ അത് ശരിയായിരിക്കും. ഞാനെന്നാ നോക്കട്ടെ. കുറച്ചു മുന്നേ നമ്മുടെ പിന്നാലെ നടന്ന ആളാ ഇത്. ഇംലി, നിങ്ങളിവിടെ മുറുക്കെ പിടിച്ചിരുന്നോളണം. ഞാൻ ഇപ്പൊ വരാം. വീർ, നിനക്ക് അവരെ രക്ഷിക്കാനാവില്ല. വേണമെങ്കിൽ നീയൊന്ന് ശ്രമിച്ചു നോക്ക്. താൻ എന്റെ കഥ കഴിക്കാൻ വേണ്ടി വന്നതാണെങ്കിൽ പിന്നെ ഗ്യാസ് സിലിണ്ടർ എന്തിനാ ഫ്രീ ആയിട്ട് കൊടുത്തേ? ആലോചിക്ക് വീർ, ശരിക്കൊന്ന് ആലോചിക്ക്. ഓ നോ, ഈ ഗ്രാമം മുഴുവൻ ഒറ്റയടിക്ക് നശിപ്പിക്കാനാണോ നീ ശ്രമിക്കുന്നേ? വീർ,
ഞാൻ ഈ റിമോട്ടിലെ ഒരു ബട്ടൺ അങ്ങോട്ട് അമർത്തിയാൽ ഈ ഗ്രാമം മുഴുവനും പൊട്ടിത്തകരും. നിനക്ക് ഞാൻ 3 മിനിറ്റ് തരാം. ഗ്രാമത്തിനെ രക്ഷിക്കുന്നോ അതോ നിന്റെ കൂട്ടുകാരെ രക്ഷിക്കുന്നോ? ഇനി അഥവാ രണ്ടുപേരെയും രക്ഷിക്കണമെങ്കിൽ നീ ഇപ്പൊ മിണ്ടാതെ എന്റെ കൂടെ വരാൻ നോക്ക്. ഞാൻ എല്ലാവരെയും രക്ഷിക്കും. നീ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു പാഠം നിന്നെ പഠിപ്പിക്കുകയും ചെയ്യും. ഹലോ മുത്തശ്ശ, ഗ്രാമത്തിലുള്ള എല്ലാ വീട്ടിലും ഒരു സിലിണ്ടർ ഉണ്ട്. അതിനകത്ത് ബോംബാ. ബണ്ടി, മാജിക്കൽ ഫെദർ നിന്റേതല്ല. അത് മര്യാദക്ക് തിരിച്ചതാ. ധൈര്യം ഉണ്ടെങ്കിൽ വന്ന് മേടിച്ചോടാ. ഫെദർ 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 ഓഫ് ഓൾ വെദർ. വേഗം ഒരു എയ്റോപ്ലെയിൻ ഉണ്ടാവട്ടെ. അതിൽ കയറ്റിയിരുത്തി എന്നെ പറപ്പിക്കേ. റോബോ ബോയ്, എന്റെ തൂവല് മോഷ്ടിക്കാൻ നിനക്കാവില്ല. ബണ്ടി, വേഗം താഴെ ഇറങ്ങ്. ഇവിടുന്നെങ്ങാനും വീണാ നിനക്ക് എന്തെങ്കിലും പറ്റും. ഇനിയെങ്കിലും പറയുന്നത് കേൾക്ക്. ആ ഫെദർ തിരിച്ചു കൊടുക്ക്. നിനക്കെന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നിന്നെ കൊണ്ട് എനിക്ക് ഒരുപാട് ആവശ്യമുണ്ടായിരുന്നു. ആദ്യം ഈ ഫെദർ തിരികെ കൊടുക്ക്. രണ്ടാമതായി ഈ ഫെദർ കൊണ്ട് മാജിക്കൽ പവേഴ്സ് കണ്ട് സ്കൂളിലെ എല്ലാവരുടെയും ഓർമ്മകൾ മായ്ച്ചു കളാ. ബണ്ടിയുടെയും ഓർമ്മ മായ്ച്ചു കളാ. അക്കടം പക്കടം ആലം ഫാലം ഇക്കടം തിക്കടം ദം ദമാദം. ബണ്ടി, നീ ഇത് എങ്ങോട്ടായി പോകുന്നേ? എനിക്കറിയില്ല. അല്ലെങ്കിലും ഞാനിവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക? ഇനി നമ്മളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങും. നീ വിഷമിക്കണ്ട ഇംലി, ഞാനിപ്പോ എന്തെങ്കിലും ചെയ്യാം. ഇംലി, എനിക്കിവിടുന്ന് പിടി വിട്ടേ പറ്റൂ. ഞാൻ നിന്റെ പിന്നാലെ തന്നെ വരാം. എന്നിട്ട് നിന്നെ വന്ന് ഉറപ്പായി രക്ഷിക്കാം. ഐ ട്രസ്റ്റ് യു വി. നീ വിഷമിക്കണ്ട, ഞാൻ പേടിക്കില്ല. Wings suit on. മാഗ്നറ്റിക് ഷീൽഡ് പൊട്ടിക്കാൻ പാടാണ്. അപ്പൂപ്പനോട് സഹായം ചോദിച്ചേ പറ്റൂ. ഇതൊരു അൾട്രാ മാഗ്നറ്റിക് ഷീൽഡാണ്. നിന്റെ ലേസർ ബീം ഉപയോഗിച്ച് ഇതിനെ തകർക്കാൻ സാധിക്കില്ല. നമ്മൾ മറ്റെന്തെങ്കിലും വഴി ആലോചിച്ചേ പറ്റൂ. ഇത്രയും വലിയൊരു പർവ്വതത്തിന്റെ എല്ലാ സൈഡും അവർക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഷീൽഡ് ഇല്ലാത്തതായി ഏതെങ്കിലും ഒരു സ്ഥലം കാണും.
ഇത് കണ്ടില്ലേ, ഈ സ്ഥലത്ത് മാഗ്നറ്റിക് ഷീൽഡ് ഇല്ല. ദേ, നീ അവിടെ ഒരു പൈപ്പ് കാണുന്നില്ലേ? അത് ഈ പർവ്വതത്തിന്റെ അടിയിലൂടെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഈ പൈപ്പ് ഇപ്പോ വരണ്ടിരിക്കുകയാണ്, അതിൽ വെള്ളമൊന്നുമില്ല. അപ്പോ നിനക്ക് ആ പൈപ്പിനുള്ളിലൂടെ അങ്ങോട്ടേക്ക് പോകാൻ കഴിയും. ടണല് ക്രോസ് ചെയ്യാൻ ഒരുപാട് സമയം എടുക്കില്ല അപ്പൂപ്പ? ആ ടണല് ക്രോസ് ചെയ്യാനായി ഞാൻ നിനക്ക് പുതിയൊരു ഗാഡ്ജറ്റ് തരാം. വീർ, നീ ജിണ്ടുവിനെ വിളിക്ക്. ജിണ്ടു എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യും. ജിൻഡു ഒരുപാട് നാളിന് ശേഷം അടിച്ചു പൊളിക്കാൻ അവന്റെ വീട്ടിലേക്ക് പോയിരിക്ക. അവന് ഞാൻ ലീവ് കൊടുത്തിരിക്ക. ഇംലിയെ രക്ഷിക്കാൻ ഞാൻ തന്നെ ധാരാളമാ. വീർ, നിനക്ക് ഞാനൊരു ലേസർ കട്ടർ തന്നിട്ടുണ്ട്. ആ ലേസർ കട്ടർ ഉപയോഗിച്ച് ഏതൊരു മെറ്റലിനെ മുറിക്കുവാൻ സാധിക്കും. അതിപ്പോ എത്ര ബലമുള്ള വസ്തുവാണെങ്കിലും ശരി. പക്ഷേ അത് നിനക്ക് ഒരു തവണയേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല, അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിന്റെ എല്ലാ എനർജിയും തീർന്നു പോവുകയും ചെയ്യും. അപ്പോ വീണ്ടും റീചാർജ് ചെയ്യേണ്ടതായും വരും. അതുകൊണ്ട് വളരെയധികം അത്യാവശ്യം വരുന്നതുവരെ നീ അത് ഉപയോഗിക്കാനും പാടില്ല. താങ്ക് യു